Assalamualaikum warahmatullahi wabarakatuh. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ വേദി നടത്തുന്നത് നമ്മുടെ മുതലിസും ബഹുമാനപ്പെട്ട നമ്മുടെ ആശംസ പ്രഭാഷണമാണ് ഉത്സവമായ ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടി സാധനം ക്ഷണിക്കുന്നു. ശേഷം നമ്മുടെ സുപ്രഭാഷ മാസിക 13ാം പ്രചരണ ക്യാമ്പയിൻ രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലും നമ്മുടെ മദ്രസയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രഭാഷണത്തിന് ശേഷം ബഹുമാനപ്പെട്ട അൻവർ ഉസ്താദ് സ്വന്തമായി നമ്മുടെ മദ്രസയിലുള്ള ഉസ്താദാണ് ഇബ്രാഹിം അൻവർ ഉസ്താദ് നമ്മുടെ സുപ്രഭാതം പരിചയപ്പെടുത്തിക്കൊണ്ട് ആശംസ നേരുന്നു. അതിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അബ്ദുല്ലാഹു ഇസ്ലാമി അവരുടെ ഒരു വർഷത്തെ പരിക്കാരന ചേർത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതുമാണ് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രസംഗ വേദിയിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിനെ സാധനം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته.
أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ബഹുമാനമുള്ള ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, മകന്മാരെ, ഈ വൈകിയ വേളയിൽ ഒന്നും തന്നെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ സൽക്രമമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊക്കെ സമ്മതിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുപ്രഭാതം പരിചയപ്പെടുത്താൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്വതസ്ഥ നമ്മുടെ മദ്രസ തർബീയത്തിലാണ് സാദരം ചെയ്യുന്നത്. السلام عليكم. الحمد لله كفى وسلام على رسول المصطفى وعلى آله الفائزين برضا الله أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനപ്പെട്ട സ്ഥാപനങ്ങളുടെ എല്ലാമെല്ലാമായ വഹാബ് ഉസ്താദ്, അതുപോലെ ആലിയ ഖത്തീബ് അബ്ദുൽ അസീസ് ഫൈദി അവர்கள், ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദ്, മറ്റ് വേദിയിലും സദസ്സിലുള്ള പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായി രംഗത്തിറങ്ങുന്ന ഹാഫിദീങ്ങളെ ആദരിക്കാനും അനുമോദിക്കാനും വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആഫിയത്തുള്ള ആരോഗ്യവും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകി പരിശുദ്ധമായ ദീനിന്റെ വക്താക്കളായി രംഗപ്രവേശനം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുവാനാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴിൽ ഇറങ്ങുന്ന 13 വർഷക്കാലത്തോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രഭാത പത്രത്തെ കുറിച്ചാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി ഓരോ വർഷം കഴിയുന്നതോറും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തി വരികയാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാൻ, വിദ്യ പ്രഭാതം എന്ന ഭക്തി തന്നെ. അതുപോലെ തന്നെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതിനോട് അനുയോജ്യമായ കാര്യങ്ങൾ സന്ദർഭോചിതമായി അതിൽ വിവരിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേ പ്രകാരം തന്നെ പരിശുദ്ധമായ റമദാൻ ശരീഫ് വരുമ്പോൾ ഹജ്ജ് കർമ്മത്തെ കുറിച്ച് ഹജ്ജ് മാസത്തിലും, അതേപോലെ റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് മസ്അലകൾ പഠിക്കേണ്ട, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അത് പത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പറയുവാനുള്ളത് എല്ലാ മേഖലകളിലും എല്ലാ ഭാഗത്തും അത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 15 വരെ അതിന്റെ പണിക്കാരെ ചേർക്കുന്ന ഒരു സംരംഭമാണ് ഇപ്പോഴുള്ളത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ല് പ്രസിഡന്റ് അവരുകളെ അതിൽ ഒരു വർഷത്തെ വരിക്കാരായി ചേർത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. കഴിയുന്ന എല്ലാ ആളുകളും അതിൽ പങ്കാളികളാകണമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. സമയം വൈകിയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പരിശുദ്ധമായ ദീനീ ഹാദിമീങ്ങളായി ജീവിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ ഒരുമിച്ചുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിന്റെ കാവലാളന്മാരായി നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ പരിക്കാരായി ഒരു വർഷത്തേക്ക് ചേർത്തുകൊണ്ട്
ഇബ്രാഹിം ഉസ്താദ് നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ച് അവരുടെ സുപ്രഭാതം ഒരു വർഷത്തേക്കുള്ള വരിക്കാരെ ചേർത്തുകൊണ്ട് ബൈബിൾ ചേർക്കുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സുപ്രഭാതം നമ്മുടെ സമസ്തയുടെ ജിഹ്വയാകുന്ന സുപ്രഭാതം കഴിയുന്നവരൊക്കെ ഒരു വർഷത്തേക്കുള്ള വരിക്കാരെ ചേർത്തുകൊണ്ട് ഇപ്പോൾ ചേർന്നാൽ ഒരു വർഷത്തിലേക്ക് 3600 രൂപയാണ് സിംഗിളായിട്ട് വാങ്ങുമ്പോൾ, ഇപ്പോൾ വാങ്ങുമ്പോൾ 2500 രൂപ കൊടുത്താൽ മതി. ഏവർക്കും വാങ്ങാൻ പോയി നൽകാൻ കഴിക്കട്ടെ. അടുത്ത പരിപാടി ഇൻഷാ അല്ലാഹ് ഖത്മുൽ ഖുർആന്റെ പ്രാർത്ഥനയാണ്. അടുത്തതായി ഖത്മുൽ ഖുർആൻ പ്രാർത്ഥനയാണ്. ചെറിയൊരു ദുആ നമുക്കറിയാം. സമയദൈർഘ്യം പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തൊക്കെ വന്ന ആളുകളുണ്ട്. നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഒഴുകും. എന്നാലും വെള്ളിയാഴ്ച രാവിലെ നമ്മളെല്ലാം ഒരു പുണ്യ ഇബാദത്താണ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നതിന് മുമ്പ് കുട്ടികൾക്കുള്ള മൊമെന്റ് നൽകുന്നു. അതോടൊപ്പം തന്നെ ദുആ കഴിയുന്നതോടുകൂടെ സ്ത്രീകൾ എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. പുരുഷന്മാര് കുട്ടികളൊക്കെ ആൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സ്ത്രീകൾ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് സ്ഥലം ഒഴിവാക്കി കൊടുക്കുകയും ഇൻഷാ അല്ലാഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ പുരുഷന്മാർക്കും ഭക്ഷണം കഴിച്ച് വേഗത്തിൽ പിരിയാവുന്നതാണ്. അൽഹംദുലില്ലാഹ് ഇതൊരു ചെറിയ അനുമോദന ചടങ്ങാണെങ്കിലും നിങ്ങൾ നാട്ടിൽ ചെന്നാൽ നിങ്ങളുടെ കുടുംബ ഫാമിലിയിലേക്കും നാടുകളിലുള്ള സംഘടനകളിലേക്കും അതുപോലെ തന്നെ മഹല്ല് സംവിധാനത്തിലേക്കൊക്കെ ഈ പ്രോഗ്രാമുകൾ ഷെയർ ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കഴിവിന്റെ പരമാവധി പ്രോത്സാഹനങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ പുതിയതായി പൂർത്തീകരിച്ച അൽഹാഫിൽ മുഹമ്മദ് നജീം എന്നവരുടെ രക്ഷിതാവിന്റെ വക പുതുതായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കും അവരെ പ്രാപ്തമാക്കിയ ഉസ്താദുമാർക്കും ഒരു കേശവാദുണ്ട്. അതോടൊപ്പം സ്റ്റാഫ് അംഗങ്ങളും മഹല്ല് കമ്മിറ്റിയും നൽകുന്ന ഒരു ഉപകാരവും നൽകുന്നതിന് വേണ്ടിയിട്ട് മഹല്ല് പ്രസിഡന്റ് ഉസ്താദുകളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് വന്ന് സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. അൽഹാഫിൽ മുഹമ്മദ് അമീൻ ബിൻ മൊഹീദ്ദീൻ കുട്ടി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി അൽഹാഫിൽ മുഹമ്മദ് സ്വാലിഹ് ബിൻ കരീം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. الحافظ محمد ربيع بن موسى. الله أكبر ولله الحمد. الحافظ محمد سهل بن عبد العزيز. الله أكبر ولله الحمد. الحافظ محمد نسيم بن أنيس. الله أكبر. الله أكبر ولله الحمد. الحافظ محمد رزاق بن محمد رفيق أسلمي. الله أكبر ولله الحمد. الحافظ هشام بن سيدري. الله أكبر ولله الحمد. الحافظ أبو طاهر بن يوسف.
الحافظ محمد سمير بن ويدي. الله أكبر ولله الحمد. الحافظ محمد نذير بن نوفل. الله أكبر ولله الحمد. الحافظ محمد شبيب بن عبد العزيز. الله أكبر ولله الحمد. അതുപോലെ ഇതിന്റെ ഉസ്താദ്മാർക്ക് തന്നെ ഒരു ക്യാഷ് നൽകുന്നു. അത് കുട്ടി തന്നെ നൽകുന്ന സന്തോഷത്തിന് വേണ്ടി അബ്ദുൽ വഹാബ് ഉസ്താദ്. الحافظ حارس ഉസ്താദ്. Misal Ustaz Ibrahim Ustaz Abdul Aziz Musliya Fatihullah Amir Ustaz Siap. പ്രാർത്ഥനയിലേക്ക് ആരംഭിക്കുകയാണ്. അതിനോടുകൂടെ നമ്മളെല്ലാവർക്കും ഭക്ഷണം റെഡിയാണ്. ഭക്ഷണം കഴിക്കാതെ ആരും പോകരുത്. ചില പ്രയാസം സഹിച്ചാലേ ഒക്കെ കഴിച്ചിട്ട് പോകണം. പോകുമ്പോ അതുപോലെ തന്നെ അമീന്റെ ഉപ്പ വഹാബ് ഉസ്താദിന് ഒരു ക്യാഷ് അവർ നൽകുന്നു. മകൻ അക്കീം കൊടുക്കുന്ന 2 ഹാഫിൾ ഉസ്താദിന് 3 ഖത്തീബ് ഉസ്താദിന് എല്ലാ സ്ത്രീകളും ഭക്ഷണത്തിന് തയ്യാറാകണം. ഇനി ഇവിടെ ശേഷം ആണുങ്ങളും പുരുഷന്മാരൊക്കെ നിസ്കരിക്കും. നിസ്കാരം കഴിയുമ്പോൾ സ്ത്രീയോട് ഭക്ഷണം വരുമ്പോൾ ഭക്ഷണം കഴിക്കൽ അവസാനിക്കണം. അതുകൊണ്ട് ആരും ഭക്ഷണം കഴിക്കാതെ തോന്നുന്നത് കാരണം വിചാരിച്ചാൽ ഭക്ഷണം ബാക്കിയാക്കാൻ പാടില്ല. കുട്ടികളൊക്കെ പോവുകയാണ്. അതെല്ലാം ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. 250 ആൾക്ക് ഭക്ഷണം റെഡിയാണ്. അത്ര ആൾ പോവുക, ആരും കഴിക്കാതെ പോകുന്നുണ്ട്. സംഭവിച്ചു إلى نبينا شفينا محمد المصطفى صلى الله عليه وسلم وإلى أرواح مات منا خاصة الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഹാജബാബിനെ